തൊടുപുഴയിൽ ഔദ്യോഗിക വാഹനത്തിൽ എസ്ഐയും ഡ്രൈവറും മദ്യപിച്ചെത്തിയ സംഭവം. എസ്ഐ മദ്യപിച്ചതിന്റെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. പരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മദ്യലഹരിയിലുള്ള എസ്ഐയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. സംഭവത്തിൽ നാട്ടുകാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. പോലീസ് കേസ് അട്ടിമറിക്കാനുള്ള നീക്കമെന്ന് വ്യാപക വിമർശനം. പോലീസ് വാഹനത്തിൽ നിന്നും മദ്യക്കുപ്പിയും നിരോധിത ലഹരി വസ്തുക്കളും കണ്ടെത്തിയത് കുറ്റപത്രത്തിൽ ചേർക്കാതെ പോലീസ് കരിമണ്ണൂർ പോലീസ് സ്റ്റേഷൻ എസ്ഐ റോയ് സുകുമാരനെയും ഡ്രൈവറെയുമാണ് നാട്ടുകാർ തടഞ്ഞു വെച്ചത്. ഇതിൽ നാട്ടുകാരുടെ പ്രതികരണമുണ്ട്, അതൊന്ന് കേൾക്കാം. പോലീസ് അവസാനം പോലീസിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു എന്നുള്ളതാണ്. കാരണം ഈ സംഭവം ഉണ്ടായ ഘട്ടം മുതൽ പോലീസ് ശ്രമിക്കുന്നൊരു കാര്യം ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ്. കാരണം അവിടെ കൊണ്ടുവന്ന ബ്രത്ത് അനലൈസർ അടക്കം ഈ കോൺസ്റ്റബിളിനെ പരിശോധിച്ചതിന് ശേഷം നാട്ടുകാരൊരാൾ ധൈര്യപൂർവ്വം തന്നെ കടന്നു വന്ന് ഞാൻ മദ്യപിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് കടന്നു വന്ന് എന്നെ ഊതിപ്പിക്കണമെന്നും പറഞ്ഞ് കടന്നു വന്നു. അയാളടക്കം ഊതിയിട്ട് പോലും അത് വർക്കാവുന്നില്ല എന്നുള്ളത് അവിടെ ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. ആ ഘട്ടം മുതൽ പോലീസ് സ്വീകരിക്കുന്നൊരു സമീപനം ഈ ആരോപണമുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുകയാണ്. ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ മുൻകാലങ്ങളിൽ തൊടുപുഴ സ്റ്റേഷനിൽ എസ് ഐ ആയി പ്രവർത്തിച്ച ആളാണ്. ഇദ്ദേഹത്തിൻ്റെതായ ഒരു ഗ്രൂപ്പ് തൊടുപുഴ പോലീസ് സ്റ്റേഷനകത്തുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ മൂലം തന്നെ ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇത് പോലീസിനെ തടഞ്ഞു വെച്ചു, അസഭ്യം പറഞ്ഞു, വീഡിയോ ദൃശ്യം പരിശോധിക്കുന്ന ആർക്കും ഞങ്ങൾ പോലീസിനെ അടക്കം ഈ കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണ്. ഒരാൾക്ക് പോലും ഒരു അധിക്ഷേപ പ്രയോഗമോ അസഭ്യം പറയുന്ന ഒരു കാര്യം പോലും ഇവിടെ കാണിക്കാൻ കഴിയില്ല. ഞങ്ങൾ സ്വീകരിച്ചൊരു സമീപനം, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മുകൾ റാങ്കിലുള്ള ആൾ, ഒന്നെങ്കിൽ CI അല്ലെങ്കിൽ DYSP, ആരെങ്കിലും ഒരാൾ എത്തിയതിനു ശേഷം ഇദ്ദേഹത്തിൻ്റെ വാഹനം പരിശോധിച്ചതിന് ശേഷം മാത്രമേ വിടുള്ളൂ എന്നുള്ള. രണ്ട് ഉദ്യോഗസ്ഥരും വാഹനത്തിൽ തന്നെയായിരുന്നു. ഇരുവരും പുറത്തേക്ക് ഇറങ്ങിയില്ല. വാഹനം സെൻട്രൽ ലോക്ക് ചെയ്തിരുന്നു. അതിനു ശേഷമാണ് നാട്ടുകാരിൽ തന്നെ ഒരാൾ ഞങ്ങളെ കാണിച്ചു വന്നു പുറകിൽ കുപ്പിയിരിപ്പുണ്ട്. ഞങ്ങൾ CIയോട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഡ്രൈവറെ പുറകിലേക്ക് മാറ്റിയ ഘട്ടത്തിൽ അദ്ദേഹം ആ കുപ്പിയെടുത്ത് ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടിയിലേക്ക് ഇട്ടു. ഇതിനിടയിൽ തന്നെ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്, ഈ കേസൊന്ന് ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ആളുകളെ കൊണ്ട് ഞങ്ങൾ ബന്ധപ്പെടുത്തി. അങ്ങാട്ടുകോലയിൽ ലോകകപ്പ് ഫൈനൽ സമാപനത്തിലേക്ക് എത്തി സമ്മാനദാനത്തിൻ്റെ സമയത്ത് റോയ് സാർ വരികയും റോയ് സാർ വണ്ടിയിൽ നിന്നിറങ്ങി പുറകുവശത്തെ പ്രൊജക്ടർ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ആളുടെ അടുത്തേക്ക് വന്ന് പരിപാടി നിർത്തണം, സമയം കഴിഞ്ഞു, ഇവിടെ പ്രശ്നം ഉണ്ടാവുമെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇത് നടക്കില്ല എന്ന് നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ റോയ് സാറിന് മദ്യപിച്ചതിൻ്റെ മണം നമുക്കടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടിയിൽ റോയ് സാറിനെ തടഞ്ഞു വയ്ക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അതിനുശേഷം ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ റോയ് സാർ ഛർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ പോലീസുകാർ കൊണ്ടുവന്ന ബ്രത്ത് അനലൈസറിൽ ഉണ്ടായൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മദ്യപിച്ച വേറൊരാളെ പരിശോധിച്ചപ്പോഴും ആ സാധനം അടിച്ചില്ല. പോലീസുകാർ അവരെ ഊതിച്ചപ്പോഴും അടിച്ചില്ല, അതിനുശേഷം മദ്യപിച്ച ആളെ ഊതിപ്പിച്ചപ്പോഴും ഈ സംഭവം അടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ മദ്യപിച്ചു എന്നുള്ളത് 100% ഉറപ്പാണ് അതിനകത്ത്. ഇപ്പോൾ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം മാധ്യമങ്ങൾ വഴി അറിഞ്ഞിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് ലക്ക് കെട്ട് അവിടെ എത്തുകയും അയാൾ ഉപയോഗിച്ച അയാളുടെ ഔദ്യോഗിക വാഹനത്തിൽ നിന്നും മദ്യക്കുപ്പിയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തുകയും ചീട്ടുൾപ്പെടെ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വീഡിയോ ദൃശ്യങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. ആ സംഭവത്തെയാണ് ഇവിടുത്തെ പോലീസ് വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞങ്ങൾ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഞങ്ങളവിടെ സംഘം ചേർന്നു എന്നുള്ള ആരോപണങ്ങൾക്ക് ഉന്നയിച്ചപ്പോൾ ഞങ്ങൾ ഒരു FIR ഇട്ടിട്ടുള്ളത്. അപ്പോൾ കേരള പോലീസും തൊടുപുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥരും മറുപടി വരേണ്ട കാര്യം, എന്തായിരുന്നു പോലീസിൻ്റെ കൃത്യനിർവഹണം? ഔദ്യോഗിക പോലീസ് വാഹനത്തിൽ യൂണിഫോം ധരിച്ചുകൊണ്ട് മദ്യപിക്കുന്ന കൃത്യനിർവഹണമാണോ ഇവിടെ തടസ്സപ്പെട്ടത് എന്നുള്ള കാര്യം വ്യക്തമാക്കണം. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൊണ്ടുപോയ വഴി നിങ്ങളെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഡ്രൈവറായിട്ടുള്ള ഉദ്യോഗസ്ഥൻ മദ്യലഹരിയിലാണ് എന്നുള്ളത് അവിടെ നിന്ന് മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടതുമാണ്. പോലീസുകാർ ഉൾപ്പെടെ ആ ബോധ്യമുള്ളവരാണ്. അപ്പോൾ തടസ്സപ്പെട്ട കൃത്യം എന്ന് പറയുന്നത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക വാഹനത്തിൽ യൂണിഫോം ധരിച്ച് സുഗമമായി മദ്യപിച്ചുകൊണ്ട് നടക്കുകയും ലഹരി സാധനങ്ങൾ അതിൽ ക്യാരി ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പോലീസിൻ്റെ കൃത്യനിർവഹണം എന്നാണ് ഇതിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. ആ പുതിയതായി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്തൊക്കെയുള്ള ദൃശ്യങ്ങൾ, ആ ജീപ്പിൽ നാട്ടുകാർ തടഞ്ഞ സമയത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ നിന്ന് പുറത്തേക്ക് എന്തൊക്കെയോ എടുക്കുകയാണ്. ഇത് പോലീസ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷമുള്ള ദൃശ്യങ്ങൾ. അദ്ദേഹം മദ്യപിച്ച് ലക്കുകെട്ടാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എന്തായാലും പുറത്തേക്ക് വരുന്നത്. പോലീസ് ജീപ്പിനുള്ളിലെ മദ്യക്കുപ്പിയാണ് ഇപ്പോൾ പ്രേക്ഷകർ എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ഈ വിഷയത്തിൽ പുറത്തേക്ക് വരുന്നത്. ആ ഘട്ടത്തിൽ പോലും പോലീസിനെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാവുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ. അഖിൽ TS കൂടി നമ്മളോടൊപ്പം ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അഖിൽ, ഗുഡ് മോർണിംഗ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ മദ്യക്കുപ്പിയുടെ
ചിത്രങ്ങളടക്കം പുറത്തേക്ക് വന്നിരുന്നു. ആ ഘട്ടത്തിൽ പോലും പോലീസിനെതിരെ നടപടിയില്ല. പക്ഷേ അവിടെ പോലീസിനെ തടഞ്ഞ് പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെ 200ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ രാഷ്ട്രീയ പ്രവർത്തകരടക്കമുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ഒപ്പം ഇതാ കൂടുതൽ തെളിവുകളും വരുന്നു എന്നതും പ്രധാനമായി നമ്മൾ കാണേണ്ടതാണ്. അക്ഷയ്, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അക്ഷയ് പറഞ്ഞതുപോലെ തന്നെ തൊടുപുഴയിൽ മങ്ങാട്ടുകവലയിൽ ലോകകപ്പിന്റെ ഫൈനൽ മത്സരം നടക്കുന്ന വേദിയിലേക്ക് മദ്യപിച്ചെത്തിയ ഔദ്യോഗിക വാഹനത്തിൽ മദ്യപിച്ചെത്തിയ പോലീസുകാർക്കെതിരെ നടപടിയില്ല. എന്നാൽ പോലീസുകാർ മദ്യപിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ നാട്ടുകാർക്കെതിരെ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെയാണ് നിലവിലിപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആ 200 പേരിൽ തൊടുപുഴ നഗരസഭാ കൗൺസിലറായിട്ടുള്ള ഷിംനാസ്, തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി CPMന്റെ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ലിനു, DYFIയുടെ നേതാവായിട്ടുള്ള ശരത്ത് ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരും കൗൺസിലർമാരും അടക്കം കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെയാണ് നിലവിൽ ഇപ്പോൾ കേരള പോലീസ് കേസെടുത്ത് ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ ആ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി SI എത്തിക്കുന്ന ഘട്ടത്തിൽ ആ ദൃശ്യങ്ങൾ കാണുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകും. കാരണം 2 പേർ പിടിക്കുന്ന രീതിയിലാണ്. ഒരു കുഴപ്പവുമില്ല, മദ്യപിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന പോലീസ് അങ്ങനെ ഒരു ദൃശ്യം എങ്ങനെ വന്നു എന്നുള്ളതിന് കൃത്യമായി ഉത്തരം നൽകേണ്ടതുണ്ട്. കാരണം ആ വ്യക്തി ഇരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം എത്രത്തോളം മദ്യപിച്ചിട്ടുണ്ട് എന്ന് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത്തരത്തിൽ 2 പോലീസുകാരുടെ സഹായത്തോടെയാണ് ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന സമയത്തെ ദൃശ്യമാണത്. അല്ലാതെ മങ്ങാട്ടുകവലയിൽ വെച്ച് ആരും പോലീസിനെ ആക്രമിച്ചിട്ടില്ല. സമാധാനപരമായി ആദ്യത്തെ ഇതിൽ പറയുന്നത് പോലെ തന്നെ, ആദ്യത്തെ വാക്കുകളിൽ പറയുന്നത് പോലെ തന്നെ ഒരസഭ്യവും ആരും പോലീസുകാരെ പറഞ്ഞിട്ടില്ല. യാതൊരു തരത്തിലും കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയിട്ടില്ല. കൃത്യമായി മദ്യപിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമായ നാട്ടുകാർ അവിടെ നിന്ന് അവരെ പോകാൻ അനുവദിച്ചില്ല. തൊടുപുഴ സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. CIയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തണമെന്ന് ആവശ്യപ്പെടുന്നു. തുടർന്ന് CIയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘം എത്തിയതിനു ശേഷമാണ് വാഹനത്തിനുള്ളിൽ നിന്ന് മദ്യക്കുപ്പി, അതുപോലെ തന്നെ ചീട്ട്, ഒപ്പം നിരോധിത പുകയില ഉൽപ്പന്നം എന്നിവ കണ്ടെത്തുന്നത്. നമ്മൾ ആദ്യം കാണിച്ച ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഈ വാഹനം നാട്ടുകാർ തടയുന്ന ഘട്ടത്തിൽ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഒരു പാക്കറ്റ് എടുത്ത് മാറ്റുന്നത് നമ്മൾക്ക് കൃത്യമായി കാണാൻ കഴിയും. അതായത് മദ്യപാനത്തിന് ഇടയിൽ അവർ ഉപയോഗിച്ച മിക്സറിൻ്റെ പാക്കറ്റാണ് അത് എന്നാണ് നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരം. അത്തരത്തിൽ വലിയ രീതിയിൽ അവിടെ ആയിരക്കണക്കിന് ആളുകൾ കൂടിയിരുന്നു. ആ ആയിരക്കണക്കിന് ആളുകൾ കൂടിയിരുന്ന സമയത്ത് വിവിധ ഘട്ടങ്ങളിലായി ആളുകൾ പകർത്തിയ പല വിധത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വിവിധ കോണുകളിൽ നിന്ന് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഈ SIയെ സംരക്ഷിക്കുന്നതിനും ഡ്രൈവറായിട്ടുള്ള CPOയെ സംരക്ഷിക്കുന്നതിനുമുള്ള നടപടികൾ എടുക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, തൊടുപുഴ സ്റ്റേഷനിലെ SI ആയിരുന്നു. അതുകൊണ്ട് തന്നെ തൊടുപുഴ സ്റ്റേഷനിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ളൊരു ബന്ധമുണ്ട്. ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാനും തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പൊതുപ്രവർത്തകരടക്കം കൗൺസിലർമാരടക്കമുള്ള 200 പേർക്കെതിരെ കേസെടുക്കാനുമുള്ള ശ്രമങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഇതുവരെ ആ വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയ 200 പേർക്കെതിരെ FIR ഇട്ടു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്നാൽ ആ വാഹനത്തിൽ നിന്ന്, ഔദ്യോഗിക പോലീസ് വാഹനത്തിൽ നിന്ന് ഇത്രയധികം സാധനങ്ങൾ കണ്ടെത്തിയിട്ടും ഒരു SIക്കെതിരെ കൃത്യവിലോപം അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും അദ്ദേഹത്തിനെതിരെ ഇതുവരെ ഒരു റിപ്പോർട്ടും നൽകപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റപത്രവും തയ്യാറാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അറിയുന്നത് രക്തപരിശോധനാ സാമ്പിൾ റിസൾട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും DYSPക്ക് അത്തരത്തിലൊരു റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്. അതിലെ ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് ഇത്രത്തോളം അട്ടിമറിച്ച ആളുകൾക്ക് ആ രക്തപരിശോധനാ സാമ്പിളിൻ്റെ ഫലത്തെ എത്രത്തോളം വിശ്വസിക്കേണ്ടി വരുമെന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആളുകൾ വലിയ പ്രതീക്ഷയും വെക്കുന്നില്ല. നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ ഈ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ പറയുന്നത് ഇതിനെ നിയമപരമായി നേരിടും, കൃത്യമായി നിയമപരമായി നേരിടും. കാരണം വീഡിയോ ദൃശ്യങ്ങൾ തങ്ങളുടെ കയ്യിൽ തെളിവുകളായുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും അത് കൃത്യമായി മനസ്സിലാകും. ആ വീഡിയോ ദൃശ്യങ്ങൾ കൃത്യമായി തെളിവുകളായി നൽകിക്കൊണ്ട് നിയമപരമായി നേരിടും എന്നുള്ള രീതിയിലാണ് ഈ പ്രതി ചേർക്കപ്പെട്ടവർ പറയുന്നത്. എന്തുതന്നെ ആയാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കേരളത്തിൽ ആകമാനം വലിയ രീതിയിൽ കേരള പോലീസിന് നാണക്കേടുണ്ടാക്കിയൊരു സംഭവമാണ് ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ഇത്തരത്തിൽ മദ്യക്കുപ്പിയും ലഹരി പദാർത്ഥങ്ങളും അടക്കം കണ്ടെത്തുകയും അതിന് നേതൃത്വം നൽകിയ ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ലഹരി വിരുദ്ധ പരിപാടികളുമായി സർക്കാർ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ അതിനൊക്കെ നേതൃത്വം നൽകുന്ന പോലീസിന്റെ ഭാഗത്ത് തന്നെ ഇത്തരത്തിൽ ഗുരുതരമായൊരു വീഴ്ച ഉണ്ടാകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ തൂഫാൻ്റെയൊക്കെ ജനകീയത അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ലക്ഷ്യത്തെ പോലും മറികടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവം. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഇതിൽ ശക്തമായ നിലപാട് എടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കണക്കിലും
വെച്ച് പൊറിപ്പിക്കാൻ കഴിയുന്നതല്ല. ഇതിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും, നാട്ടുകാർക്കെതിരെ കേസെടുത്തത് പരിശോധിക്കുമെന്നുള്ള ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ഇന്നലെ കോട്ടയത്തുണ്ടായിരുന്നു. അത് ഇവിടെയുള്ള ആളുകൾക്ക്, കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. എന്തു തന്നെയായാലും ഒരിക്കലും ഇത് അനുവദിക്കാൻ പറ്റുന്നതല്ല, ആവർത്തിക്കപ്പെടാൻ പറ്റുന്നതല്ല എന്നുള്ളത് കൃത്യമായ കാര്യമാണ്. ഒരു കാരണവശാലും ഇത്തരത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പറയുമ്പോൾ മദ്യപിച്ച് ലക്കുകെട്ട് വാഹനത്തിലെത്തി സാധാരണക്കാരായ മനുഷ്യരെ ദേഷ്യപ്പെടുന്നതും തടയുന്നതും അവർക്കുമേൽ കുതിര കയറുന്നതുമാണോ ഔദ്യോഗികമായ കൃത്യനിർവഹണം എന്ന് ചോദിക്കേണ്ടി വരും അക്ഷയ്. അഖിൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പൊതുപ്രവർത്തകർക്കെതിരെ അടക്കം കേസിലേക്ക് പോകുന്നു. ഒപ്പം ഈ പോലീസുകാർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയിലേക്കും ഇതുവരെ എന്തായാലും ആഭ്യന്തര വകുപ്പ് കടന്നിട്ടില്ല. എന്തായാലും തെളിവുകൾ, നിരവധി തെളിവുകളാണ് പ്രധാനമായിട്ടും. അതിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തുന്നു. ഒപ്പം ഇപ്പോൾ ഇത് ആശുപത്രിയിലുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കൃത്യമായിട്ട് വ്യക്തമാണ് ഈ SI മദ്യപിച്ച് ലക്കുകെട്ടാണ് അവിടെ വാഹനത്തിൽ അവിടെ എത്തിയതെന്ന കാര്യങ്ങൾ. അപ്പോൾ പോലും അന്വേഷണം നടക്കട്ടെ എന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്, അല്ലേ? തീർച്ചയായും. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ആ പ്രതി ചേർക്കപ്പെട്ട ആളുകൾക്ക് അപ്പുറത്ത് പോലീസുകാരനെതിരെ നിലവിൽ ഇതുവരെ യാതൊരു വിധത്തിലുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തൊടുപുഴ CI നൽകുന്ന വിവരമനുസരിച്ച് നിലവിൽ SIക്കെതിരായി യാതൊരുവിധ റിപ്പോർട്ടും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അത്തരത്തിൽ സമർപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ നിലവിൽ കാക്കനാടുള്ള ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മദ്യപിച്ച് ലക്കുകെട്ട ആശുപത്രിയിൽ എത്തിയത് രക്തസാമ്പിൾ എടുക്കുന്നതിനായിരുന്നു. ആ രക്തസാമ്പിൾ എടുത്ത് ആ രക്തസാമ്പിൾ കാക്കനാടുള്ള ലാബിലേക്ക് നിലവിൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ DYSPക്ക് ഇതേ സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കൂ. ആ റിപ്പോർട്ടിന് ശേഷം മാത്രമേ ഈ പറയുന്ന പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന CPOയ്ക്കും SI ആയിട്ടുള്ള റോയ് സുകുമാരനും അടക്കമുള്ള 2 പോലീസുകാർക്കെതിരെയുള്ള അന്വേഷണം ആരംഭിക്കൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇതൊന്നും ഈ നാട്ടുകാരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. നാട്ടുകാരുടെ കാര്യത്തിൽ വലിയ ശുഷ്കാന്തിയാണ് പോലീസ് കാണിക്കുന്നത്. 200 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ നഗരസഭാ വാർഡ് കൗൺസിലർമാരുണ്ട്, CPMന്റെ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകളുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. അങ്ങനെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ലോകകപ്പിൻ്റെ ഫൈനലോടനുബന്ധിച്ച് ഒരു ക്ലബ്ബാണ് ഇത്തരത്തിൽ മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകളാണ്, വിവിധ രാഷ്ട്രീയ കക്ഷികളിലുള്ള ആയിരക്കണക്കിന് ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേർന്നാണ് ഈ പരിപാടി, ആ പരിപാടിയാണ് തടയാൻ ഈ SI മദ്യപിച്ച് ലക്കുകെട്ടെത്തിയത്. അതേ തുടർന്നാണ് ഇത്ര വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയത്. എന്തുതന്നെയായാലും വലിയ രീതിയിൽ ഇതിൻ്റെ വീഡിയോകൾ പ്രചരിച്ചു കഴിഞ്ഞു. ആ വലിയ രീതിയിലുള്ള വീഡിയോകൾ പ്രചരിച്ച് ഇത്രയധികം പ്രചരിച്ചിട്ടും ആ SIയെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് എന്തുകൊണ്ട് പോലീസ് തുടർന്നു പോകുന്നു എന്നുള്ളത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ് അക്ഷയ്. ശരി അഖിൽ, താങ്ക് യു. എന്തായാലും പുതിയ തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. ദിവസം ചെല്ലുന്തോറും നിരവധി തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത്. ആ ഘട്ടത്തിൽ പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ഒരുക്കുന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലേക്കോ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിലേക്കോ ഒന്നും ആഭ്യന്തര വകുപ്പ് കടക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന നിലപാട് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് തുടരുന്നത്. അതുതന്നെയാണ് നമ്മുടെ പ്രേക്ഷകരൊക്കെ തന്നെ കമൻറ്റ് ബോക്സിലും പറയുന്നത്. ചെന്നിത്തലയുടെ പോലീസ് സൂപ്പറാണെന്ന് പ്രഭാവതിയൊക്കെ പറയുന്നുണ്ട്. അതെ, അങ്ങനെയാണ് ഇപ്പോൾ എന്തായാലും മുന്നോട്ട് പോകുന്നത്. സൂപ്പറെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ നടപ്പിലാക്കാനായിട്ട് ചെന്നിത്തല നിയോഗിച്ചിട്ടുള്ള പോലീസുകാർ, ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ള പോലീസുകാരാണ് ഇത്തരത്തിൽ മദ്യപിച്ച് ലക്കുകെട്ട് ഔദ്യോഗിക വാഹനത്തിൽ പലയിടത്തും ചെന്നെത്തി വലിയ പ്രശ്നത്തിലൊക്കെ പെടുന്നത്. അത് ഒരു കാരണവുമില്ലാതെ പ്രശ്നം ഉണ്ടാക്കിയതാണ്. ലോകകപ്പ് വേദി അത് പ്രദർശിപ്പിക്കുന്ന സ്ഥലത്തെത്തി അത് നിർത്തിവെക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ആളുകൾ അതിലിടപെടും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അവരുടെ ഭാഗത്തുനിന്ന് ചോദ്യം വരും. ആ ഘട്ടത്തിലൊക്കെയാണ് ഇവർ തമ്മിൽ തർക്കം ഉണ്ടാകുന്നതും എന്തായാലും പിന്നീട് ഈ നാട്ടുകാർ തന്നെ പോലീസ് വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയൊക്കെ പിടിച്ചെടുക്കുന്നതും.